അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസിംഗ് വാല്യൂസ് ടു എ ഫംഗ്ഷൻ. രണ്ട് തരത്തിലാണ് വാല്യൂസ് പാസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫംഗ്ഷനിലേക്ക്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾ ബൈ വാല്യൂ ഓർ പാസ് ബൈ വാല്യൂ. സെക്കൻഡ് വൺ ഈസ് കോൾ ബൈ റെഫറൻസ് ഓർ പാസ് ബൈ റെഫറൻസ്. കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പ്രോഗ്രാമിലും ഔട്ട്പുട്ടിലും ഒക്കെ കാണുന്ന മെത്തേഡാണ്. ഡയറക്റ്റ് ആയിട്ട് വാല്യൂ നമ്മൾ അവിടെ കൊടുത്തുകൊണ്ട് ആ വാല്യൂ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവിടെ എന്താണ് റിസൾട്ട് കിട്ടുന്നത്. നോർമലി എല്ലാ പ്രോഗ്രാംസും കോൾ ബൈ വാല്യൂലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് എപ്പോഴാണ് കോൾ ബൈ റെഫറൻസിൻ്റെ ആവശ്യം വരുന്നത്? കോൾ ബൈ റെഫറൻസിൻ്റെ ആവശ്യം നമുക്ക് വരുന്നത് ഇപ്പോൾ ലിസ്റ്റ് ആയിട്ടൊക്കെ വാല്യൂസ് പാസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ നമുക്കറിയാം ലിസ്റ്റൊക്കെ മ്യൂട്ടബിൾ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരണ സമയത്താണ് ആവശ്യം വരുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ കോൾ ബൈ വാല്യൂ നോർമൽ പ്രോഗ്രാംസ് അവിടെയൊക്കെ നമ്മൾ വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്. ഇനി കോൾ ബൈ റെഫറൻസ് ആണെങ്കിലോ അവിടെ നമ്മൾ ഒബ്ജക്റ്റ് ആണ് എടുക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഡെഫ് ഡോട്ട് ദ ലിസ്റ്റ്. ഇനി 4 എലമെന്റ് ഇൻ ദ ലിസ്റ്റ്, പ്രിന്റ് എലമെന്റ്. നമ്മൾ എലമെന്റ് ആണ് ഒരു വേരിയബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഡോട്ടില് ബ്രാക്കറ്റിൽ നമ്മൾ വാല്യൂ കൊടുത്തു 1 2 3 എന്ന്. താഴെ ലിസ്റ്റ് ഈക്വൽ ടു റെഡ് ഗ്രീൻ ബ്ലൂ എന്ന് കൊടുത്തു. ഇനി നമ്മളുടെ ഔട്ട്പുട്ടില് നമുക്ക് ഇവിടെ ഡോട്ട് ലിസ്റ്റ് എന്നാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ എന്താ വരിക വെച്ചാൽ ഓൾറെഡി ഈ 1 2 3 എന്ന ലിസ്റ്റ് പ്രിന്റ് ആവും. അതിനുശേഷം റെഡ് ഗ്രീൻ ബ്ലൂ എന്നുള്ളത് നമുക്ക് പ്രിന്റ് ആവുന്നു. കാരണം ലിസ്റ്റ് മ്യൂട്ടബിൾ ആയതുകൊണ്ട് അവിടെ പാസ് ബൈ റെഫറൻസിലൂടെയാണ് നമ്മൾ വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കാണാം ആദ്യം തന്നെ ഈ ഡോട്ടിലുള്ള വാല്യൂസ് 1 2 3 ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ് ഇവിടെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. നമ്മുടെ ഇതാ ലിസ്റ്റ് എന്ന ഒബ്ജക്റ്റിലത്തെ വാല്യൂ ആണ് ഇത്. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് റെഡ് ഗ്രീൻ ബ്ലൂ കൊടുക്കുമ്പോൾ ഓൾറെഡി ഉള്ള ഈ വാല്യൂ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ വാല്യൂസ് ആഡ് ആവുന്നത്. അപ്പോൾ ഇത് ശരിക്കും പാസ് ബൈ റെഫറൻസിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. ബിക്കോസ് വി ആർ പാസിംഗ് ആൻ ഒബ്ജക്ട്, എ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഏബിൾ ടു get the output on the screen. Now in this we are going to find the output of a program. എങ്ങനെയാണ് നമുക്കൊരു ഔട്ട്പുട്ട് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. def 1 x, y. fun1 ഒരു ഫംഗ്ഷൻ തന്നിരിക്കുകയാണ്. എക്സും വൈയും അതിൽ പാസ് ചെയ്തിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ്. ഗ്ലോബൽ a is equal to 10, x, y equal to y, x. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എക്സിനും വൈക്കും വാല്യൂ തന്നു കഴിഞ്ഞാൽ ആ വാല്യൂ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ വൈയിലേക്കും വൈയുടെ വാല്യൂ നമ്മൾ എക്സിലേക്കായിട്ട് എക്സ്ചേഞ്ച് ചെയ്തു എന്നർത്ഥം. ഇനി b ഈക്വൽ 20, b ഈക്വൽ 30, c ഈക്വൽ 30. പ്രിന്റ് a, b, x, y. ഇതുവരെയും നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്. അത് കഴിഞ്ഞാൽ a, b, x, y ഈക്വൽ ടു 1, 2, 3, 4 നമ്മൾ ഇതിലേക്ക് വാല്യൂ അസൈൻ ചെയ്തിരിക്കുകയാണ്. ഫൺ 50, 100 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഗോ ടു ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ ഫംഗ്ഷൻ ഫൺ. then we can see the value global a എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 10 ആണ് വാല്യൂ. അത് കഴിഞ്ഞാൽ ബിയിലേക്ക് കടന്ന ആദ്യം 20 ആണ് ബിയിലെ വാല്യൂ. അത് കഴിയുമ്പോൾ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ 30. അപ്പോൾ 10 കഴിഞ്ഞു, എയുടെ വാല്യൂ 10 കിട്ടി. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 30 ആണ്. അതിനുശേഷം നമുക്കിവിടെ 50, 100 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് വരും? x, y ഈക്വൽ y, x ആയതുകൊണ്ട് അവിടെ അത് എക്സ്ചേഞ്ച് ആയി 100, 50 ആയിട്ട് നമുക്ക് കിട്ടുന്നു. ഒന്നും കൂടി പറയാം. നമുക്കിവിടെ ഗ്ലോബൽ ആണ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് വാല്യൂ ഇസ് ഫിക്സഡ്. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? 10. അത് കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ ആണെങ്കിൽ ആദ്യം 20 എന്ന് തന്നു, പിന്നെ 30 ആയി. അപ്പൊ 20 ആദ്യം സ്റ്റോർ ആവും. അത് കഴിയുമ്പോൾ അത് റീപ്ലേസ് ആയിട്ട് അവിടെ 30 ആവും. നെക്സ്റ്റ് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ a, b, x, y ആണ് പ്രിന്റ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് സിയുടെ വാല്യൂന് നമ്മൾ അവിടെ എടുക്കുന്നില്ല. പകരം എക്സിന്റെയും വൈയുടെയും വാല്യൂ ഇവിടെ തന്നിട്ടുള്ളത് എക്സിന്റെയും വൈയുടെയും വാല്യൂ എന്ന് പറഞ്ഞാൽ 50, 100 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് വരുന്നു? എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 100. അപ്പൊ അത് എക്സ്ചേഞ്ച് ചെയ്താൽ എന്തായി മാറും? 100, 50 ആയിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് 10, 30, 100, 50 ആണ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ.
നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് എ കോമ ബി കോമ എക്സ് കോമ വൈ എന്ന് തന്നിട്ടുണ്ട്. എന്നാൽ ഇതിലേക്ക് ലോക്കൽ ആയിട്ട് നമ്മൾ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. നോക്കുക, എ കോമ ബി കോമ എക്സ് കോമ വൈ ഈക്വൽ 1 2 3 4 എന്ന് തന്നിട്ടുണ്ട്. മറക്കണ്ടാത്ത കാര്യം, ഗ്ലോബൽ വേരിയബിൾ ഉള്ളത് കൊണ്ട് ആ വാല്യൂ എന്തായാലും ഫിക്സ്ഡ് ആയിട്ട് സ്റ്റോർ ആവും. അതായത് എയുടെ വാല്യൂ 10 ആണ്, അത് ഉറപ്പ്. ആ 10ന് പുറമെ പിന്നത്തെ വാല്യൂസ് ഒന്നും തന്നെ ഇവിടെ ഫിക്സ്ഡ് അല്ല. അപ്പൊ എന്ത് വരും, ഇവിടെ തന്നിട്ടുള്ള 2ഉം 3ഉം 4ഉം നമുക്ക് ഓട്ടോമാറ്റിക്കലി അസൈൻഡ് ആവുന്നു. അപ്പോൾ 10, 2, 3, 4 എന്നാണ് നമുക്ക് കിട്ടുക. അതായത് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഗ്ലോബൽ ഉണ്ടോ എന്ന് നോക്കുക. ഗ്ലോബൽ ഉണ്ടെങ്കിൽ അത് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇനി ഗ്ലോബൽ ഇല്ലെങ്കിൽ മാത്രമേ വാല്യൂന് ചേഞ്ച് വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷനിൽ കൊടുത്തിട്ടുള്ള വാല്യൂസ് എന്താ നോക്കുക. ആ വാല്യൂ എങ്ങനെയാണ് അസൈൻ ചെയ്യേണ്ടതെന്നുള്ളതും ആ പ്രോഗ്രാമിലൂടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ നോക്കിയ ശേഷം വേണം ഔട്ട്പുട്ടിലേക്ക് എത്താനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളെല്ലാം ഔട്ട്പുട്ട് ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് ഇതേപോലെ തന്നെ കിട്ടും. അപ്പൊ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഗ്ലോബൽ വേരിയബിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവില്ല. അതേസമയം ബാക്കി നമ്മൾ ലോക്കൽ വേരിയബിൾ ആയിട്ട് അല്ലെങ്കിൽ ലോക്കലി നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് സ്റ്റോർ ആവുന്നു എങ്കിൽ അതിന്റെ കാരണം എന്താണ്, അവിടെ നമുക്ക് മറ്റുള്ള വേരിയബിൾസ് ഒന്നും തന്നെ ഗ്ലോബൽ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ്, പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെന്റ്സ്. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് പാരാമീറ്റർ അതേപോലെ ആർഗ്യുമെന്റ്. ബട്ട് ഓൾ ആർ കൺഫ്യൂസ്ഡ് വാട്ട് ഇസ് പാരാമീറ്റർ ആൻഡ് വാട്ട് ഇസ് ആർഗ്യുമെന്റ്. പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള വാല്യൂസ് എന്തോ അതിനെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്നും, ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സ്ഥലത്ത് യൂസ് ചെയ്യുന്ന വാല്യൂസ് എന്തോ അതിനെ ആർഗ്യുമെന്റ്സ് എന്നുമാണ് പറയുന്നത്. സോ പാരാമീറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ function definition. The values which we use in the function definition is called parameter and the values which we use in the function call is called arguments. ഇനി നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്, def sum x, y. അപ്പൊ എന്താ ഉണ്ടാവുക, എക്സ് വൈ രണ്ട് വേരിയബിൾസ് ആണ്. അപ്പോൾ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്ന പേര്. കാരണം ഇറ്റ് ഈസ് ദ ആർഗ്യുമെന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പൊ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്, z ഈക്വൽ എക്സ് പ്ലസ് വൈ റിട്ടേൺ z എന്ന് കൊടുത്തു. അപ്പോൾ വി ആർ ഫൈൻഡിങ് ദ സം. അപ്പൊ ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തത് കൊണ്ട് നമുക്ക് അതിനെ ആ ആർഗ്യുമെന്റ്സിനെ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. അതേസമയം താഴത്തെ സെക്ഷനിൽ എക്സ് കോമ വൈ ഈക്വൽ 4,5 ആർ ഈക്വൽ സം ബ്രാക്കറ്റ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ ഈ എക്സും വൈയിലും വാല്യൂസ് നമ്മൾ എന്താണോ എടുത്തത് അതിനെ നമ്മൾ സം ചെയ്തു. സം ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തത്. ആ സം ചെയ്തിട്ട് ആ വാല്യൂ ഇതിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ റിട്ടേൺ ചെയ്തത് R ആണ്. So here it is called function call. അപ്പോൾ the parameters that are used in the function call is called actual arguments. ഇനി മറ്റൊരു കാര്യം, എപ്പോഴും ഈ ഫസ്റ്റ് ലൈൻ കാണുമ്പോൾ തന്നെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ഫസ്റ്റ് ലൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് യൂസ്ഡ്, നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സ് യൂസ്ഡ്, ഇതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫസ്റ്റ് ലൈനിനെ നമ്മൾ പറയുന്ന പേര് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. So function prototype is the first statement which we write when we define the function, which indicate the name of the method and the number of arguments. അപ്പോൾ ഇത്രയും ടേംസുകൾ നമ്മൾ ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം. അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യലിൽ മാത്രമല്ല കാര്യം, ഫംഗ്ഷൻ കോൾ ചെയ്യണതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ മെമ്മറിയിൽ ആ ഫംഗ്ഷന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ സ്റ്റോർ ചെയ്തു. അതേസമയം ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴാണ് ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തതിന്റെ പർപ്പസ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോർമുലാസ് വിച്ച് വി ഗീവ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയും. എന്താണ് ഈ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് def sum ബ്രാക്കറ്റിൽ എക്സ് ഈക്വൽ 3, y ഈക്വൽ ടു 4. സാധാരണ ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്, y ആണ് കൊടുക്കാറ്. ഇത് അതിന് പകരം എക്സ് ഈക്വൽ 3, y ഈക്വൽ 4 എന്ന് കൊടുക്കണു നമ്മൾ. അപ്പോൾ z ഈക്വൽ എക്സ് പ്ലസ് വൈ, അപ്പോൾ എക്സും വൈയും കൂടി ആഡ് ആവണു. റിട്ടേൺ z, അപ്പോൾ z റിട്ടേൺ ചെയ്യുന്നു എന്നർത്ഥം. അപ്പൊ നമുക്ക് ഇവിടെ ആർ ഈക്വൽ ടു സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സം എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മൾ ആറിലേക്ക് സ്റ്റോർ ചെയ്യണു. അപ്പൊ എന്താ വരിക, എക്സും വൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ 3 + 4 7 ആണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഇനി അതേപോലെ ആർ ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ എക്സ് ഈക്വൽ 4 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ എക്സ് ഈക്വൽ 3 യൂസ് ചെയ്യാതെ 4 ആയിട്ട് എക്സിന്റെ വാല്യൂ എടുക്കുക, വൈയുടെ വാല്യൂ 4 എടുത്തിട്ട്
ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക. നേരെ തിരിച്ച് ഇവിടെ നോക്കുക, y = 45 ആ കൊടുത്തത്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദ വാല്യൂ ഓഫ് y as 4 വി വിൽ യൂസ് ദ വാല്യൂ as 45. അപ്പോൾ ഡിഫോൾട്ട് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ അതിലെ ആർഗ്യുമെന്റിന്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്. ഡിഫോൾട്ട് ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് വാല്യൂ തരാതിരിക്കുമ്പോഴാണ് സാധാരണ നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് മ്യൂട്ടബിൾ ആൻഡ് ഇമ്മ്യൂട്ടബിൾ ഓബ്ജക്ട്സിനെ കുറിച്ചാണ്. എന്താണ് മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടന്റ്സ് ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ ആ കണ്ടന്റ്സിനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു. വി ക്യാൻ ചേഞ്ച് ദ കണ്ടന്റ്സ്. അതിനെയാണ് നമ്മൾ മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അതിൽ വരുന്നത് ലിസ്റ്റ്, ഡിക്ഷണറി, എറേ ഇതൊക്കെ അതിലാണ് വരുന്നത്. അതേസമയം ഇമ്മ്യൂട്ടബിൾ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് ഇൻഡിജറിന്റെ വാല്യൂ അല്ലെങ്കിൽ ഫ്ലോട്ട് അല്ലെങ്കിൽ സ്ട്രിങ് അല്ലെങ്കിൽ ടപ്പിൾ ഇങ്ങനത്തെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യിക്കുമ്പോൾ അതിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്.